അസ്സലാമു അപ്പോൾ നമ്മളെ മലപ്പുറത്തുകാരൻ മുജീബിക്കയുടെ കൂട്ടുപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ഐറ്റംസുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് പുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പുട്ടല്ല, പുട്ടിനകത്തൊരു വെറൈറ്റി. അതായത് ആ പേര് ഞാൻ ലാസ്റ്റ് പറയാം ഇതിനകത്ത്, ആ പുട്ടിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, നിങ്ങൾ ട്രൈ ചെയ്യണം. നമ്മുടെ പനിക്കൂർക്ക ഇത് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കണ്ട, അതായത് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് സാധനം കണ്ട. ഏറ്റവും നല്ല സാധനമാണ്. പനിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ പറ്റിയ ബെറ്റർ സാധനം. അപ്പോൾ ഇന്ന് നമ്മുടെ വെറൈറ്റി പുട്ടിൻ്റെ ഐറ്റംസുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഇതാ പുട്ടിൻ്റെ പൊടി. ഇത് നല്ല തരിയുള്ള വറുത്ത പൊടിയാണ്. അപ്പോൾ നമ്മളെ ഐറ്റംസുകളിൽ കറിവേപ്പില, അവില്, ചെറിയ ഉള്ളി, പുതിനയില. ഈ പുതിനയില നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുട്ടിനകത്തൊരു പ്രത്യേക സ്മെല്ല് വരും. അത് നമ്മൾ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ഐറ്റംസ് മിക്സ് ആക്കണം, അത് കട്ട് ചെയ്ത് മിക്സ് ആക്കണം, അത് കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ ഐറ്റംസുകൾ ധരിക്കുന്നത് ഒരു 4 തരം കളറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ കളറുകൾ എന്താണെന്നുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. അപ്പോൾ നമ്മൾ പുട്ടിയുള്ള മാവ് ആദ്യം ജസ്റ്റ് ഒരു മീഡിയം വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ഈ പുട്ടിൻ്റെ മാവ് കുഴച്ചൊരു 10-15 മിനിറ്റ് എന്തായാലും മിനിമം വെക്കുന്നത് നല്ലതാണ്. കാരണം എന്താ പറയുക, ഒരു 15 മിനിറ്റെങ്കിലും ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് സോഫ്റ്റായി കിട്ടും. സാധാരണ ചില ആളുകൾ പറഞ്ഞിട്ട് പുട്ടുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ടെമ്പറാണെന്ന്. ടെമ്പറാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് മാവ് കുഴച്ച്, കാരണം ഇതിനകത്ത് വെള്ളം കംപ്ലീറ്റ് ഇത് പിടിച്ചെടുത്ത് നല്ല വൃത്തിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഇത് കുഴച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് വെക്കണം. അതേമാതിരി ചില ആളുകൾ ഒന്നായിട്ട് വെള്ളം ഒഴിക്കും. ഒന്നായിട്ട് വെള്ളം ഒഴിക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ പുട്ട് പല കളറിൽ ഉണ്ടാക്കുന്ന കാര്യം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് കുറച്ചെടുത്തൊരു പാത്രത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ കളറെല്ലാം കൂടി മിക്സായി പോകും. അപ്പോൾ നമ്മളെ ഒരൈറ്റം, അതായത് ഈ ഐറ്റം എന്ന് പറഞ്ഞാൽ വെറും മഞ്ഞപ്പൊടി നമ്മൾ മിക്സ് ചെയ്താണ് കേട്ടോ. ഇതിനകത്ത് വേറെ ഒന്നുമില്ല, വെറും മഞ്ഞപ്പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ ചീരുള്ളി, തേങ്ങ, അവില്, കറിവേപ്പില, ഈ ചെറിയ ഉള്ളി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലേ ഈ സാധനത്തിന് പുട്ടിന് ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. കാരണം സാധാരണ നമ്മൾ ഒരുപാട് ഐറ്റംസ് പുട്ടുകൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ചെറിയ ഉള്ളി ഇട്ടുള്ള പുട്ടുണ്ടല്ലോ അതിന് ടേസ്റ്റ് വേറെ, അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ഗുഡൻസ് ഉണ്ട്. അതെന്താണെന്നല്ലേ പറയേണ്ടത്. ഈ ദേ പുട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മളിന്ന് കേരളത്തിൽ അറിയപ്പെടുന്നൊരു സംഭവമാണ് ദേ പുട്ട്. ആ ദേ പുട്ട് എങ്ങനെ ഉണ്ടായി, എവിടുന്ന് ഉണ്ടായി എന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം, പുട്ടിലേക്ക് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ദേ പുട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ള സംഭവങ്ങളും പറയാം. അപ്പോൾ നമ്മളെ മഞ്ഞ കളർ പുട്ട് നമ്മൾ കുറച്ച് നിറച്ചിട്ടിട്ടേ നമുക്ക് അടുത്ത കളർ ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ സ്വല്പം ഇതാ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ നമ്മളടുത്ത സാധനം വൈറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ സ്വല്പം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒഴിക്കുന്ന സാധനം എല്ലാവർക്കും അറിയും ഈ സാധനം എന്താണെന്നുള്ളത്. കാരണം നമ്മുടെ പുതിനയിലയാണത്. ആ സാധനം ഒന്ന് മിക്സാക്കിയിട്ട് അതും സ്വല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ പുട്ട് റെഡിയാവാനുള്ള പരിപാടി. ഇത് ക്യാരറ്റാണ് നമ്മൾ ഈ കളറിന് വേണ്ടിയിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ദേപുട്ട് പറഞ്ഞ സംഭവം, ഈ ദേപുട്ട് ഉണ്ടായത് ദിലീപും ഞാനും കൂടി ഒരു കൂടിക്കാഴ്ച ഉണ്ടായി. അപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് ചോദിച്ച് ഒരു പുതിയ ബിസിനസ്, അതായത് ഒരു ട്രെൻഡി ആയിട്ടുള്ളൊരു ബിസിനസ് ചെയ്യണം, എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതൊരു സാഹചര്യത്തിൽ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പോൾ, നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഷൂട്ടിങ്ങിൻ്റെ സ്ഥലത്ത് വെച്ച് കണ്ടുപിട്ടിയതാണ്. അപ്പോഴാണ് ദിലീപ് ഹോട്ടലിൽ കയറിയിട്ട് പുട്ടും ബീഫും കഴിക്കുന്നത് കണ്ടത് ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ആണ്, നമുക്ക് പുട്ടിനകത്ത് ഒരുപാട് വെറൈറ്റികൾ ചെയ്യാം. എന്തൊക്കെ വെറൈറ്റികൾ ചെയ്യാൻ വെച്ചു ഞാൻ പറഞ്ഞു. പുട്ടിനകത്ത് പല ഐറ്റംസ് ഉണ്ട്.
അരി സാധാ കുത്തരിയുടെ പുട്ട്, സാധാ പുട്ട്, പച്ചരിയുടെ പുട്ട്, പുട്ടിനകത്ത് മുളപ്പുട്ട്, അങ്ങനെ വെറൈറ്റികൾ പുട്ടുകൾ. കാരണം ഇന്ന് കേരളത്തിൽ ആരും ചെയ്യാത്തൊരു സംഭവമാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ദിലീപ് വിളിച്ചിട്ടുണ്ടായി പറയാം, ഞാൻ ആ കട തുടങ്ങാൻ പോവുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞു ദേ പുട്ട്, പേരിടാൻ പോകുന്നത് ദേ പുട്ട്. അപ്പോൾ അന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാത്ത ഒരു ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായി എന്നുള്ളത്. ഒന്നാം ട്രിപ്പ് ഇതാ സംഭവം എന്തായി എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. നമ്മളെ കൂട്ട് മിക്സിഡ് ഇതാ ഇതിനകത്ത് ഇടാൻ പോകുന്നു. അടുത്തായിട്ട് നമ്മളെ ക്യാരറ്റിൻ്റെ കളറ്, ക്യാരറ്റിൻ്റെ കളറിൽ സ്വല്പം പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് സ്വല്പം അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാം ഘട്ടത്തിലെ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് തേങ്ങ, നമ്മളെ ചെറിയ ഉള്ളി, കറിവേപ്പില ഇതായി മിക്സിയിലൊന്ന് ഇട്ട് കൊടുത്ത്. ഈ കളർ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഐറ്റംസ് അതിനകത്ത് നമ്മുടെ മിക്സിഡ് സ്വല്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളന്ന് ദിലീപിന് പറഞ്ഞു കൊടുത്ത സംഭവങ്ങളിൽ പറഞ്ഞു കൊടുക്കാത്ത ഒരു ഐറ്റംസാണ് ഇപ്പോൾ നമ്മളിന്ന് ചെയ്തത്. ഇപ്പോൾ ദിലീപ് കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതാ നമ്മളെ പുട്ട് നല്ല സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ദിലീപിൻ്റെ സിനിമ ഓടുന്ന അതേമാതിരി തന്നെ അവൻ്റെ പുട്ട് ഇതാ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പെടാത്ത ഒരു ഐറ്റമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ സാധനം ഉണ്ടാക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ രണ്ടാം ട്രിപ്പ് പുട്ട് ഇതാ സാധനം റെഡി ആയിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ വെറൈറ്റി പുട്ട്, അതായത് നമ്മളെ റെയിൻബോ പുട്ട് സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മളെ പുട്ട്, നമ്മളെ വെറൈറ്റി പുട്ട് എന്ന് പറഞ്ഞത് നമ്മളിട്ട പേര് റെയിൻബോ പുട്ട്. റെയിൻബോ പുട്ട് പറഞ്ഞാൽ അതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം. അപ്പോൾ നമ്മളിതാ കണ്ട നമ്മുടെ റെയിൻബോ പുട്ട്, ഈ സാധനം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ അടിയിൽ മുജീബ്ഖാൻ്റെ തള്ളുകൾ എന്ന ചാനലിൻ്റെ അടിയിൽ അതിൻ്റെ കമൻറ്റുകൾ അയക്കുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം. റെയിൻബോ പുട്ടുകൾ.